പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്രസയൊക്കെ ഓപ്പണായ ഒരു സമയമല്ലേ. നമ്മൾ കുട്ടികൾക്ക് പൈസ കൊടുത്ത് പർദ്ദ വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പർദ്ദകളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ചെറിയ പർദ്ദ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വാങ്ങിയിട്ടും ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വലിയ സൈസ് പഴയ ഒരു പർദ്ദയാണ്. ഇത് ഒറ്റ കട്ടിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യോക്ക് പാർട്ട് വേറെയും സ്കേർട്ട് പോർഷൻ വേറെയും ആയിട്ട് കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ഒറ്റ കട്ടിങ്ങിൽ തന്നെയാണ് ഈ ഒരു പർദ്ദ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം. ഒരു 6-7 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ അളവിലാണ് ഞാൻ ഈ പർദ്ദ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ പർദ്ദയുടെ ഫുൾ ലെങ്ത് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 39.5 ഇഞ്ചാണ് ഞാനിവിടെ ഇറക്കത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. ആം ഹോളും 5.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷേപ്പ് ലെങ്ത് ആയിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ വണ്ണം എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇവിടെയും 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ അല്പം കുഴിച്ച് കട്ട് ചെയ്തെടുക്കാനായി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് അകത്തേക്കെടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. നെക്കിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/4 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് 1 ഇഞ്ച് മുകളിലേക്കെടുത്ത് ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. റെഡിമെയ്ഡ് പർദ്ദയിലൊക്കെ കൂടുതലും ബാക്ക് നെക്ക് ഇതുപോലെ ഇറക്കമിടാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാക്ക് നെക്ക് 2 ഇഞ്ച് ഇറക്കമിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ചെറിയൊരു ഓപ്പൺ കൊടുക്കാനായിട്ട് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 16 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്യാനുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ വീതി ഞാൻ ഇവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അകത്തേക്ക് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഇവിടുത്തെ വണ്ണം ഞാൻ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. എന്നിട്ട് കൈയുടെ വണ്ണത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായി ഇതുപോലൊരു പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഭാഗം ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബാക്ക് പാർട്ടും ഇതേ മെത്തേഡിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 2 സ്ലീവുകളും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈനിൽ കൂടി 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബോട്ടം ഭാഗം കൂടി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു പർദ്ദ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.